KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ ഇപ്പോൾ കോർപ്പറേഷനിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. മേയർക്കെതിരെ കേസെടുക്കാത്ത അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ആ തത്സമയ പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ വിരുദ്ധൻ മേയറെ നട റോഡിൽ വെച്ച് അപമാനിച്ചതിന് ന്യായീകരിക്കാൻ ഉളുപ്പില്ലല്ലോ. നിങ്ങൾക്ക് ഉളുപ്പില്ലല്ലോ. നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. ഒരു രാഷ്ട്രീയ നേതാവാണ് നിങ്ങൾ. രാഷ്ട്രീയ നേതാവായിട്ടുള്ള നിങ്ങൾക്കൊരു ഉളുപ്പ് വേണം. ബഹുമാനപ്പെട്ട മേയറ് ഒരാള് ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്ന് മേയർ പരാതി പറഞ്ഞപ്പോ നിങ്ങൾ അതിന് ന്യായീകരിക്കുന്നു. അനിൽകുമാർ ന്യായീകരിക്കുന്നവരെ നാണമുണ്ടാവണം. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് നാണമുണ്ടാവണം. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് സഹകരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നതിന് നാണമുണ്ടാവണം. ശ്രീ അനിൽകുമാർ തുടരാം. ഇപ്പോൾ അലക്സ് മുഹമ്മദ് ചേർന്നു. അലക്സ്, ഈ കൗൺസിൽ യോഗത്തിലാണ് പ്രതിഷേധം എന്ന് മനസ്സിലാക്കുന്നു. കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? അങ്ങനെ ഈ മേയർ KSRTC ഡ്രൈവർ തർക്കം വലിയ രാഷ്ട്രീയ വിവാദം കൂടിയാക്കുകയാണ് മുഖ്യപ്രതിപക്ഷമായ BJP കൗൺസിൽ യോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ അധികാരമുണ്ട്. നിങ്ങൾ ആ രീതിയിൽ കാണണം. അതിനെ മേയറെ തള്ളി പറയുവാനോ മേയറെ അധിക്ഷേപിക്കാനോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. അത് മനസ്സിലായോ? അല്ല, നിങ്ങളെന്താ ആ രീതിയിൽ കാണുന്നത്? തർക്കം ഉന്നയിക്കുന്നു. അതിന്റെ നിയമപരമായ പോരാട്ടവും രണ്ട് ഭാഗത്തും നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. പക്ഷെ അതിനെ രാഷ്ട്രീയമായി കൂടി നേരിടുന്നു എന്നുള്ളതാണ്. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ സാധാരണ കൗൺസിൽ യോഗമാണ് ചേർന്നത് 2:30 മണിക്ക്. കൗൺസിൽ യോഗത്തിൽ അനുശോചന പ്രമേയവും മറ്റുമൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം അജണ്ടകളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ BJPയുടെ കൗൺസിലർ തിരുമല അനിലാണ് ഈ KSRTC ഡ്രൈവർ മേയറുമായുള്ള തർക്കം കൗൺസിലിൽ ഉന്നയിക്കുന്നത്. ഈ നഗരസഭയിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് മുതൽ ഒട്ടനവധി വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് എന്ന് അനിൽ ആരോപിച്ചു. തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് ഈ വിഷയം, അതായത് ഈ KSRTC ഡ്രൈവറുമായുള്ള തർക്കം വലിയ അപമാനമുണ്ടാക്കി. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഭരണകക്ഷി കൗൺസിലർമാർ എതിർക്കുകയായിരുന്നു. തുടർന്ന് കൗൺസിലിൽ ഈ BJP കൗൺസിലർമാരും ഭരണകക്ഷി കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അവർ ചേരിതിരിഞ്ഞ് വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP കൗൺസിലർമാർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി. മേയർ ചോദിച്ചത്, ഈ BJP കൗൺസിലർമാരോട് മേയർ ചോദിച്ചത്, നിങ്ങളുടെ കൂടി മേയറാണെന്ന് നിങ്ങൾ പറയുന്നു, അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ മേയർക്ക് സംഭവിച്ച കാര്യം എന്താണ്, അതിന്റെ ശരിയായ വസ്തുത എന്താണ് എന്ന് ഒരു ഫോൺ കോൾ കൊണ്ടുപോലും എന്തുകൊണ്ട് തന്നോട് ചോദിച്ചില്ല, തന്നെ സമീപിച്ചില്ല എന്നാണ് മേയർ ചോദിക്കുന്നത്. BJP കൗൺസിലർമാരുടെ കൂടി മേയറാണെന്നാണ് അവർ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ടാണ് മേയർക്ക് സംഭവിച്ച കാര്യം അവർ അന്വേഷിക്കാത്തതെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ചോദിക്കുന്നത്. തുടർന്ന് KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ നിയമ നടപടികൾക്ക് അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ വിവാദമാക്കി ഉയർത്തുകയാണ് BJP. കൗൺസിൽ യോഗത്തിനിടെ വിഷയം ഉന്നയിച്ച BJP CPM കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അലക്സ മുഹമ്മദാണ് കൗൺസിൽ യോഗത്തിനിടെ ഉണ്ടായ ഈ വാക്കുതർക്കത്തിന്റെ തത്സമയ റിപ്പോർട്ട് നൽകിയത്. അലക്സ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് നടന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ BJP അംഗങ്ങൾ വിഷയം ഉയർത്തുകയും മേയർക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. സംഭവത്തിൽ കേസെടുക്കാത്ത അടക്കം ചൂണ്ടിക്കാട്ടി കൊണ്ടൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിന് കൂടിയാണ് BJP കൗൺസിലർമാർ അവിടെ വഴിവെച്ചത്. അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച CPIM കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അലക്സ മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഇപ്പോഴും കൗൺസിൽ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം, വാക്കുതർക്കം തുടരുകയാണോ? അലക്സ്, സുഹൈൽ, ആ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. 2:30 മണിക്കാണ് ഈ കൗൺസിൽ യോഗം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് അനുശോചന പ്രമേയവും മറ്റും സാധാരണ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് അജണ്ടയിലേക്ക് കടക്കാൻ ഇരുന്നത്. അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് BJP കൗൺസിലർമാർ ഈ വിഷയം ഉന്നയിക്കുന്നത്. തിരുമല പ്രതിനിധീകരിക്കുന്ന BJPയുടെ കൗൺസിലർ അനിലാണ് ഈ വിഷയം എടുത്തിട്ടത്. അദ്ദേഹം പറയുന്നത്, ഈ നഗരത്തിന്റെ മേയർ, അതായത് നഗരസഭയ്ക്ക് മുഴുവൻ അപമാനമാകുന്ന ഒരു സാഹചര്യമാണ് മേയറുടെ ഇടപെടൽ മൂലം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തരത്തിലുള്ള വിമർശനമാണ്
അനിൽ ഉന്നയിച്ചത്. അത് സഭ അധികാരത്തിൽ വന്ന, അതായത് നഗരസഭയിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ ഒട്ടനവധി വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഭരണകക്ഷി കൗൺസിലർമാർ ഇത് എതിർക്കുകയായിരുന്നു. കൗൺസിലിൽ തുടർന്ന് വാക്കേറ്റം ഉണ്ടായി. കൗൺസിലിൽ ചേരിതിരിഞ്ഞ കൗൺസിലർമാർ വാക്കേറ്റം നടത്തി. ബി.ജെ.പി. കൗൺസിലർമാർ ഇപ്പോൾ അവരുടെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബി.ജെ.പി. കൗൺസിലർമാർ നേരത്തെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയതും ഈ കൗൺസിൽ ഹാളിനുള്ളിലാണ്. മേയർ അപ്പോൾ തന്നെ നൽകിയ മറുപടി ഇങ്ങനെയാണ്. അതായത് ശരിയായ വസ്തുത എന്ത് എന്ന് അന്വേഷിച്ചുകൊണ്ട് എന്തുകൊണ്ട് ബി.ജെ.പി. കൗൺസിലർമാർ ഒരു ഫോൺ കോൾ എങ്കിലും തനിക്ക് ചെയ്തില്ല എന്നാണ് മേയർ ചോദിക്കുന്നത്. ബി.ജെ.പി. കൗൺസിലർമാർ അവരുടെ മേയർ എന്നുകൂടി അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് തനിക്ക് സംഭവിച്ച കാര്യം ഒന്ന് വിളിച്ചന്വേഷിച്ചില്ല എന്ന് മേയർ ചോദിക്കുന്നു. തുടർന്ന് ഭരണപക്ഷ കൗൺസിലർമാരും അത് ഏറ്റെടുക്കുകയായിരുന്നു. ഭരണപക്ഷ കൗൺസിലറായ DR അനിൽ പറഞ്ഞത്, നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഓർമ്മ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്, അതിലാണ് ഈ വിഷയങ്ങൾ നടന്നതെന്നാണ് ഭരണപക്ഷ കൗൺസിലർമാർ ഈ വിഷയത്തെ ന്യായീകരിച്ചത്. കൗൺസിലിൽ ഭരണപക്ഷത്തിന്റേത് അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എങ്കിൽ സമൂഹത്തോട് താങ്കൾ മാപ്പ് പറയുക. അതാണ് ഇന്നത്തെ ആവശ്യം, അല്ലാതൊന്നുമല്ല. താങ്കൾ ആര്യാരാജേന്ദ്രൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരസഭയുടെ മേയർ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല താങ്കൾ ഇപ്പോൾ ഒരു പരാമർശം നടന്നു. എന്താ പറഞ്ഞത്? അവിടെ ശ്രീ പത്മകുമാർ, അല്ലല്ല, ഞാൻ ഇതുകൂടെ പറഞ്ഞ താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. ശ്രീ പത്മകുമാർ, തിരുവനന്തപുരത്തെ KSRTC ഡ്രൈവർ മേയർ വിവാദത്തിൽ, മേയർ തർക്കത്തിൽ അങ്ങനെ ഈ കൗൺസിൽ യോഗത്തിന് വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഈ കോർപ്പറേഷൻ കളങ്കമുണ്ടാക്കിയ മേയർ മാപ്പ് പറയണമെന്നടക്കം BJP കൗൺസിലർമാർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു CPIM കൗൺസിലർമാർ. അങ്ങനെ കൗൺസിൽ യോഗത്തിനിടെ BJP CPIM കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം ഇപ്പോഴും അവിടെ തുടരുകയാണ്.